നല്ല തണുപ്പുള്ള സമയത്ത് ഇതിൽ ഒരെണ്ണം കഴിച്ചാൽ മതി, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. അവലും എള്ളും പിന്നെ കുറച്ച് നട്ട്സും ഒക്കെ ചേർത്തിട്ടാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് അവലെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ പിങ്ക് കളറിലെ അവലുണ്ടായിരുന്നു, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിന് പകരം വെള്ള അവലുണ്ടല്ലോ, അതെടുത്താലും മതി. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. കരിഞ്ഞു പോകാതെ മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നല്ലതായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വറുത്ത് കിട്ടിയിട്ടുണ്ട്. കാര്യം നമ്മൾ കുറച്ചൊന്ന് എടുത്ത് കൈ കൊണ്ടൊന്ന് പൊടിച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടുകയാണെങ്കിൽ ആ ഒരു സമയം വരെ വറുത്തെടുത്താൽ മതി. അതിനുശേഷം നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതേ പാനിലേക്ക് തന്നെ ഞാൻ 1 കപ്പ് വെളുത്ത എള്ളാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ വെളുത്ത എള്ള് നമ്മുടെ ശരീരത്തിന് ഒരുപാട് നല്ലതാണ്. അപ്പോൾ ചെറിയ തീയിലിട്ട് വേണം ഇതും ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എള്ള് ചെറുതായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയം വരെ നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കരിഞ്ഞു പോകാതെ നോക്കണേ. അപ്പോൾ ഇതൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതേ പാനിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് ബദാമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ബദാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ബദാം നന്നായിട്ട് ചൂടായതിനു ശേഷം ഉണ്ടല്ലോ, ഇത് നല്ലതുപോലെ വീർത്ത് വന്ന് പൊട്ടി വരും. ഈ ഒരു സമയം വരെ നമുക്ക് ബദാം ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതും ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അവലും എള്ളും പിന്നെ ഞാനിവിടെ കുറച്ച് കപ്പലണ്ടി ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കപ്പലണ്ടി ഫ്രൈ ചെയ്തത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടിയിരുന്നു, അതുകൊണ്ടാണ് വീണ്ടും ഒന്നും കൂടി ഫ്രൈ ചെയ്യാത്തത്. നിങ്ങളുടെ കയ്യിൽ പച്ച കപ്പലണ്ടി ആണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് മാറ്റിയെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്തതായതുകൊണ്ടാണ് വീണ്ടും ഫ്രൈ ചെയ്യാഞ്ഞത്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ആദ്യം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അവലൊന്ന് പൊടിച്ചെടുക്കാം. അവൽ നമ്മൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാടങ്ങ് പൊടിയണ്ട, ചെറിയ തരിതരിയായിട്ട് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ആ ഒരു രീതിക്കാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് കപ്പലണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി പൊടിച്ചെടുക്കാം. ഈ കപ്പലണ്ടിയും നമ്മൾ ഒരുപാടങ്ങ് പൗഡർ പോലെ പൊടിച്ചെടുക്കേണ്ട, ചെറിയ തരിതരിയായിട്ട് വേണം ഈ കപ്പലണ്ടിയും ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട്. ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതിയേ. ഒരുപാടങ്ങ് മിനുസപ്പൊടിയായിട്ട് പൊടിച്ചെടുക്കേണ്ട കാര്യമില്ല. അല്പം തരിതരിയായിട്ട് തന്നെയാണ് ഇവിടെ പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് പൊടിക്കുന്നത് എള്ളാണ്. എള്ള് മുഴുവനും പൊടിക്കുന്നില്ല, പകുതി എള്ളെടുത്തിട്ട് അതൊന്ന് പൊടിച്ചെടുക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. അതിനുശേഷം ഞാൻ ബദാമാണ് പൊടിച്ചെടുക്കാനായിട്ട് പോകുന്നത്. നമ്മൾ കപ്പലണ്ടി പൊടിച്ചെടുത്തതുപോലെ തന്നെ ബദാമും ഒന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ വറുത്തെടുത്ത എല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വറുത്തിട്ട് ഇതെല്ലാം പൊടിച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് കുറേ നാൾ കേടുകൂടാതിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഒന്ന് വറുത്തിട്ട് പൊടിച്ചെടുത്തത്. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഒരു 5 ടേബിൾ സ്പൂൺ അളവിൽ ചിരകിയ തേങ്ങയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കളറൊന്നും മാറണ്ട. ഇതിലെ ആ വെള്ളമയം ഉണ്ടല്ലോ, ആ ഈർപ്പം ഒന്ന് മാറി കിട്ടിയാൽ മതി. ചെറിയ തീയിലിട്ടൊരു 3 മിനിറ്റ് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഞാനിവിടെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യൊക്കെ ഒന്ന് ഉരുകി വന്നതിന് ശേഷം ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് അളവിലാണ് ശർക്കര ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് ഒന്ന് ഇളക്കി ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുക്കണം. ഇതിപ്പോൾ ഒരുപാട് മധുരം ഒന്നുമില്ല. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ ശർക്കരയുടെ അളവ് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. അതല്ല കുറച്ച് മതിയെങ്കിൽ ശർക്കരയുടെ അളവ് കുറച്ച് കൊടുത്തും ഇത് തയ്യാറാക്കാം. ഇതിപ്പോൾ നല്ലതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം വേണം നമുക്കിതിലേക്ക് ബാക്കിയുള്ളതെല്ലാം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ ആദ്യം തന്നെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുറച്ച് എള്ള് മാറ്റി വെച്ചിരുന്നല്ലോ പൊടിക്കാതെ, അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കിത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം.
ഇനി ഞാൻ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് പൊടിച്ച അവലുണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ഈ ഒരു സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, തീ നന്നായിട്ട് കുറച്ച് കൊടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇതെല്ലാം. അപ്പോൾ ഈ ശർക്കരയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ, അടിയിലൊക്കെ പിടിക്കും. അതുകൊണ്ട് തീ നന്നായിട്ട് കുറച്ചിട്ട് വേണം ഈ പൊടികൾ, നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന എല്ലാം ചേർത്ത് കൊടുക്കാനായിട്ട്. ഓരോന്നും ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കപ്പലണ്ടി ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതും അതുപോലെ നന്നായിട്ട് ഇളക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്താൽ ആ ചെറിയ ചൂടോടുകൂടി തന്നെ എല്ലാം ഇളക്കിയെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇത് മിക്സായി കിട്ടും. ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് പൊടിച്ച് വെച്ചിരിക്കുന്ന ബദാമാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പൊടിച്ച് വെച്ച എള്ളുണ്ടല്ലോ, കുറച്ച് എള്ള് നമ്മൾ പൊടിച്ചു, കുറച്ചല്ലാതെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇതുപോലെ തന്നെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ശർക്കര ചേർത്ത് കൊടുത്തിരിക്കുന്നത് കറക്റ്റ് അളവിനാണ്. അതുകൊണ്ട് ഇത് ഒരുപാട് അങ്ങ് ഡ്രൈ ആയിട്ടില്ല. അഥവാ നിങ്ങൾ ചെയ്യുമ്പോൾ ഡ്രൈ ആകുകയാണെങ്കിൽ കുറച്ച് പാല് ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് ശർക്കര എല്ലായിടത്തും പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളും കൂടി ചേർത്ത് കൊടുക്കണം. നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടി 1 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ചുക്കുപൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ചുക്കുപൊടി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലൊരു ചൂട് കിട്ടുന്നതിന് വേണ്ടി സഹായിക്കുന്നതാണ്. ഇനിയും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ജാതിക്കാപ്പൊടിയാണ്. അതും 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ജാതിക്കാപ്പൊടിയും നമ്മുടെ ശരീരത്തിന് നല്ല ചൂട് കിട്ടാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കുകയാണ്. ഈ ഒരു സമയത്ത് സ്റ്റൗവിൻ്റെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ചെറിയൊരു ചൂടോടുകൂടി തന്നെ നമുക്കിത് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ചെറിയ ചൂടോടുകൂടി ചെയ്താൽ മാത്രമേ ഇത് നമുക്ക് നല്ലതായിട്ട് ഉരുട്ടിയെടുക്കാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് ചൂടൊന്ന് മാറട്ടെ, അതിനുശേഷം നമുക്ക് ഇത് ഉരുട്ടിയെടുക്കാം. ഇതിപ്പോൾ ചെറിയൊരു ചൂടുണ്ട്. ഈ ചെറിയ ചൂടോടുകൂടി തന്നെ വേണം നമ്മളിത് ഉരുളകളാക്കി എടുക്കാനായിട്ട്. ഇതങ്ങ് തണുത്ത് പോയി കഴിഞ്ഞാൽ നന്നായിട്ട് ഹാർഡായി പോകും, നമുക്കപ്പോൾ നന്നായിട്ട് ഉരുട്ടിയെടുക്കാനായിട്ട് കഴിയത്തില്ല. പിന്നെ നമ്മളിത് ഉരുട്ടുന്ന സമയത്ത് കയ്യിലേക്ക് എണ്ണയൊന്നും തേച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിതിൽ നെയ്യ് ചേർത്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല. പിന്നെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് വലുതായിട്ടോ ചെറുതായിട്ടോ എങ്ങനെയാണോ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ ചെറിയ ഉരുളകളാക്കിയാണ് എടുക്കുന്നത്. അപ്പോൾ എല്ലാം ഒന്ന് പെട്ടെന്നൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ് നമുക്കിത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഞാൻ എല്ലാം ഒന്ന് ഉരുട്ടിയെടുത്തിരിക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന അളവനുസരിച്ച് എനിക്കിവിടെ ഒരു 30 ഉരുളകളാണ് മുഴുവനായിട്ടും ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നതിന് താങ്ക്